ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ പറഞ്ഞല്ലോ, ചില കാര്യങ്ങൾ ഞങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ടായി. ഞങ്ങൾ പുറത്താക്കി. പക്ഷെ അതിന് ശേഷമാണ് ഇവർ 27-ാം തീയതി ഡേറ്റ് വെച്ച് രാജിക്കത്ത് കൊടുത്തു എന്നുള്ള രാജിക്കത്ത് ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. മൊത്തത്തിൽ പരന്നത് ഇതൊക്കെ പലതരത്തിലുള്ള സംശയങ്ങൾക്ക് ഇടവരുത്തി. പക്ഷെ ഞങ്ങൾ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ നിലപാട് വ്യക്തമാക്കുകയും അതിനുള്ള നടപടി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് പാർട്ടിയുടെ നടപടി സ്വീകരിച്ചു. ഇനി കൂറുമാറ്റ നിരോധന നിയമത്തിൻ്റെ നടപടികളിലേക്കാണ് ഞങ്ങൾക്ക് കടക്കാനുള്ളത്. അത് ഞങ്ങൾ പ്രത്യയശാസ്ത്രപരമായ പ്രശ്നമാണ്. ഇക്കാര്യത്തിൽ KPCC-യുമായി കൺസൾട്ട് ചെയ്തതിന് ശേഷമാണ് ഇവർക്കെതിരായിട്ടുള്ള നടപടി DCC തീരുമാനിക്കുന്നത്. ആ നടപടി പ്രാബല്യത്തിൽ വന്നതിന് ശേഷം KPCC അധ്യക്ഷന്റെ നേതൃത്വത്തിൽ മറ്റൊരു സമാന്തര ചർച്ച നടക്കുന്നത്. അങ്ങനെ സമാന്തര ചർച്ച എന്നുള്ളത് പറയരുത്. ഈ പാർട്ടി ഒരു ഹൈറാർക്കി സംവിധാനമാണ്. താഴെ ഒരു തെറ്റുപറ്റി അല്ലെങ്കിൽ അവർക്ക് പരാതികളുണ്ടെങ്കിൽ മോൾത്തട്ടിലേക്ക് കൊടുക്കാം. DCC പ്രസിഡന്റിൻ്റെ ഒരു നടപടിക്കെതിരെ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ അവർക്ക് അപ്രോച്ച് ചെയ്യാവുന്ന KPCC പ്രസിഡന്റാണ്. അദ്ദേഹത്തിന് അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. DCC പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഞാൻ എൻ്റെ ചുമതലകൾ നടത്തി പോകുന്നു. അതൊക്കെ ഒരു തോന്നലുകൾ മാത്രമായിട്ടാണ് നിൽക്കുന്നത്. ഞാൻ ചെയ്ത ഒരു നടപടിയെ അതിൻ്റെ മുകളിലത്തെ കമ്മിറ്റിയിൽ ചോദ്യം ചെയ്യുന്നത് സ്വാഭാവികമാണ്. അവരത് പോട്ടെ, അതൊക്കെ അവരുടെ റൈറ്റ് അല്ലേ. ഇന്നിപ്പോൾ എന്നോട് സംസാരിച്ച TN ചന്ദ്രൻ പറഞ്ഞത് DCC പ്രസിഡന്റിന്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് കണ്ടെത്തുകയും അവരുന്നയിച്ച വാദങ്ങളിൽ ശരിയുണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് KPCC പ്രസിഡന്റ്. അതുകൊണ്ടാണ് തങ്ങൾക്കൊരു ചർച്ചയ്ക്ക് അവസരം ലഭിച്ചത് എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം KPCC അത്തരത്തിലുള്ള ഒരു കാര്യവും എന്നോട് പറഞ്ഞിട്ടില്ല. എന്നോട് പറഞ്ഞിരിക്കുന്നത് പാർട്ടിയുടെ നയം പ്രഖ്യാപിക്കുക, അത് നടപ്പിലാക്കുക. അത് ഞാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്, നടപ്പിലാക്കിയിട്ടുണ്ട്. അത് തന്നെയാണ് റോജി ജോൺ ഇന്നും വ്യക്തമാക്കിയത്. കൈൻഡ്ലി ഗോ ത്രൂ ദി ടൈംസ് ഓഫ് ഇന്ത്യ. അതിൽ പറയുന്നുണ്ട്, അദ്ദേഹം ആ ലേഖകനോട് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, പാർട്ടിയുടെ നിലപാട് BJPയുടെ വോട്ട് കിട്ടി അല്ലെങ്കിൽ വർഗീയ പാർട്ടികളുടെ വോട്ട് കിട്ടിയാൽ അത് രാജിവെക്കണം എന്നാണ്. അത്രേ ഞാൻ ആവശ്യപ്പെട്ട കാര്യം കൂടെ ചന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്. BJPയുമായി അവർ ചർച്ച നടത്തിയെന്ന് തെളിയിച്ചാൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെടുത്തി കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ താങ്കളുടെ കാല് പിടിക്കാൻ PN ചന്ദ്രൻ തയ്യാറാണ്. അതൊക്കെ വൈകാരികമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അതിൻ്റെ പിന്നാലെയൊക്കെ നമുക്ക് പോകാൻ പറ്റുമോ? ഇതൊരു പാർട്ടിയല്ലേ, പാർട്ടിക്ക് അതിൻ്റെ ഒരു നയ പരിപാടികളൊക്കെ അല്ലേ. എനിക്ക് അതിൽ മാത്രമേ ചെയ്യാൻ പറ്റൂ. തൃശൂർ DCC അധ്യക്ഷൻ ജോസഫ് ടാജറ്റാണ് മാധ്യമങ്ങളോട് സംസാരിച്ചത്.